ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് നോക്കാം കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദർശ് കണ്ണോണ്ട് കാണിക്കുമ്പോൾ വേണ്ടാന്ന് കാണിക്കുമ്പോൾ നയന പറയുന്നുണ്ട് കേട്ടോ, ഒരു പെണ്ണിന് സൈക്കിളിൽ സ്വന്തം ഭർത്താവിനെ താത്തി കെട്ടണത്. ക്യാരക്ടറിനെ ഹേളിച്ച ഒരു പെണ്ണിന് സൈക്കിളിൽ അതിലും അപ്പുറത്താണ് സ്വന്തം ഭർത്താവിനെ എല്ലാവരും വെച്ച് താത്തി കെട്ടുമ്പോൾ സഹിക്കാത്തത്. ഇപ്പോൾ ഇന്ന് അച്ഛൻ ഭക്ഷണത്തിന് മുമ്പിന് വരെ എനിക്ക് പോയത് ആദർശത്തിനുള്ള ദേഷ്യം കാരനാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, മോള് ഇങ്ങനെ എന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കണമെങ്കിൽ എന്തെങ്കിലും പറയണം. എപ്പോഴും പറയുന്നുണ്ടല്ലോ, ആദർശ് തെറ്റിയതിട്ടില്ല എന്ന് എപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ അതും തെളിവ് സഹിതം അതാക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ, തെളിയിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴും അമ്മയും തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ എന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും നന്ദുട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആദർശേട്ടൻ നയനേച്ചി എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇനി തുടക്കം മുതലേ ഞാൻ പറയുന്നത് ആദർശേട്ടൻ തെറ്റിയതിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് ഈ സംഭവങ്ങളെന്ന് പറഞ്ഞിട്ടും ആദർശേട്ടൻ്റെ മുന്നിൽ ഞാൻ ചോദ്യങ്ങളായിട്ട് വരാതിരുന്നതെന്ന് പറഞ്ഞിട്ട് നന്ദുട്ടൻ. ഇന്ന് എല്ലാവരും ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനാണെന്ന് സ്ഥാപിക്കാനുള്ളത് എടുക്കത്തില്ല. നിങ്ങൾ രണ്ടാളും അത് അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ സത്യം അതല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ചീത്ത പറയുന്നത് നന്ദുട്ടുണ്ട്, നന്ദുട്ട നിങ്ങൾ രണ്ടാളും കൂടി ആദർശനെ ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ട, ഞങ്ങൾക്ക് ബോധ്യപ്പെടാതെ ഞങ്ങളതൊന്നും വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട്, വിവാഹത്തിന് മുൻപ് ആദർശേട്ടന് വേറൊരു സ്ത്രീയുടെ കുഞ്ഞുണ്ടെങ്കിൽ ഈ നാട് മുഴുവൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഈ മുത്തച്ഛൻ, മൂർത്തി സാർ എന്ന് പറയുന്ന മുത്തച്ഛൻ അത് സമ്മതിക്കും തോന്നുന്നുണ്ടോ? ആദർശേട്ടനെ മൂർത്തി ഗ്രൂപ്പിൻ്റെ MD ആയിട്ട് തുടരാൻ മുത്തച്ഛൻ സമ്മതിക്കൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അത് മോള് പറയുന്നത് ശരിയാ, അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്ക് ഇല്ലാതില്ല. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, പിന്നെ ആദർശിൻ്റെ ഭാഗത്ത് ന്യായമാണെങ്കിൽ എന്തിനാ മൂടി വയ്ക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, തൽക്കാലം അത് മൂടി വെച്ച് നിവർത്തിയുള്ളൂ അച്ഛാ. അപ്പം നയന പറയുന്നുണ്ട്, മൂടി വെക്കണം, പക്ഷേ എൻ്റെ അച്ഛനും മുമ്പിൽ അമ്മയുടെയും മുമ്പിലല്ല ആദർശേട്ടാ. ഇത് തുറന്നു പറയാൻ പറ്റാത്ത ചില സ്ഥലങ്ങളുണ്ട്, അവിടെ നമ്മളത് മൂടി വെക്കണം. ഇന്ന് ആദർശേട്ടൻ മേടിച്ചു കൊടുത്താൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴെങ്കിലും സത്യം നമ്മൾ തുറന്നു പറയണ്ടേ? എന്നാൽ അച്ഛനും അമ്മയും കേട്ടോ, ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ നിങ്ങളുടെ മൂത്ത മോളും മരുമകനും ആദർശേട്ടനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. എന്നാൽ കേട്ടോ, അവരുടെ ജീവിതം തകരാതിരിക്കാനാണ് ഞങ്ങളെല്ലാ രഹസ്യവും ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്. എന്നിട്ട് രണ്ടു നയന പറയണത്, ചന്തുമോളുടെ അച്ഛൻ അവനാണ്. അബി എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും ആകെ അന്താളിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നന്ദുട്ടന് വലിയ ഞെട്ടലൊന്നുമില്ല. നന്ദുട്ടൻ പറയണ്ടേ, എനിക്ക് അങ്ങനെ ഒരു സംശയം ആദ്യം ഉണ്ടായിരുന്നതാന്ന് പറയണ്ട കേട്ടോ. അപ്പം അമ്മ പറയേണ്ടത്, ഇതേ നയനമോളെ വെറുതെ ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, അബിയാണ് ചന്തുമോളുടെ അച്ഛനെങ്കിൽ പിന്നെ എന്തിനാ ആദർശ് അത് ഏറ്റെടുത്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നയന ഒന്നും മിണ്ടണില്ല. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, ചന്തുമോളുടെ വീട്ടിലെ ആദർശിൻ്റെ ഫോട്ടോ ഉണ്ട്, അവരൊക്കെ വിശ്വസിച്ചിരിക്കണത് ചന്തുമോളുടെ അച്ഛൻ ആദർശാന്നാ. അപ്പം നയന പറയുന്നുണ്ട്, എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് അച്ഛനമ്മയും ശ്രദ്ധിച്ച് കേട്ടോ, ആരെങ്കിലും ഓടി വന്നിട്ട് ആദർശേട്ടനൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം പൊട്ടിയല്ല ഞാൻ. എന്നിട്ട് നയന പറയുന്നുണ്ട്, അനഘ എന്ന പെൺകുട്ടി ഇന്ന് കോമോ സ്റ്റേജിലാണ്. ഇനിയിപ്പോൾ അങ്ങനെയല്ലാതെ അനഘ എന്ന കുട്ടി നേരിട്ട് വന്ന് പറഞ്ഞാലും ആദർശേട്ടനാണ് ചന്തുമോളുടെ അച്ഛൻ എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല, തെളിവുകളില്ലാതെ. ഞങ്ങൾ തമ്മിൽ കലഹത്തോടു കൂടി ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത്, പക്ഷെ അന്ന് പോലും ആദർശേട്ടനോട് ഇങ്ങനൊരു സംശയം എനിക്കുണ്ടായിട്ടില്ല. അന്യ പെൺകുട്ടികളെ ഒരിക്കലും ആദർശേട്ടൻ അങ്ങനെ ഒരു കണ്ണോടുകൂടി നോക്കില്ല എന്ന് ഉറപ്പുള്ള കൂട്ടത്തിലാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ ആർക്കും പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാനൊന്നും പറ്റില്ല. അമ്മയച്ഛൻ അറിഞ്ഞല്ലോ, ഞങ്ങളുടെ വീട്ടിലേക്ക് കൂടിയവരൊക്കെ ആദർശേട്ടനാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ കാര്യം, അതിനൊക്കെ സാക്ഷിയായിരുന്നു അവിടുത്തെ മുത്തച്ഛൻ. എന്നാൽ ഒരിക്കൽ പോലും മുത്തച്ഛൻ ആദർശേട്ടന് സംശയിച്ചിട്ടില്ല. എന്നാൽ ആദർശേട്ടൻ അന്ന് എന്നോടൊരു തെറ്റിയതു, ഈ സംഭവങ്ങളൊക്കെ എന്നോട് പറയാതെ നടന്നു. പിന്നീട് അത് തുറന്നു പറഞ്ഞപ്പോൾ ആദർശേട്ടനെ എനിക്ക് പൂർണ്ണ വിശ്വാസമായതുകൊണ്ട് കൂടെ നിൽക്കുക ചെയ്ത ഞാൻ. എന്നിട്ട് നയന പറയുന്നുണ്ട്, അതിനുശേഷം ഞങ്ങൾ വ്യക്തമായ തെളിവോട് കൂടിയിട്ട് കുറ്റക്കാരനെ കണ്ടെത്താനേ ശ്രമിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ബാക്കി ആദർശ് പറയുന്നുണ്ട്, അതിന് ഞങ്ങൾ കിരണിൻ്റെ സഹായം തേടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു സുഹൃത്ത് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെയും ചന്തുമോളുടെയും അബിയുടെയും മുടിനാരുടെ എടുത്തിട്ട് ഞങ്ങൾ പരിശോധിച്ചു, അതിൽ വ്യക്തമായി. അമ്മ ആകെ വായപൊത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നയനെ ചോദിക്കുന്നുണ്ട്, അവസരം കിട്ടുമ്പോഴൊക്കെ എൻ്റെ ചേച്ചി ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ, തരം താഴ്ത്തുന്നുണ്ടല്ലോ, അത് അപ്പോഴൊക്കെ അവരുടെ ജീവിതം തകരാതിരിക്കാനാണ് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയുടെ കയ്യും പിടിച്ചിട്ട് നമ്മുടെ നയനം പറയുന്നുണ്ട്, പിന്നെ ആദർശേട്ടൻ ഇവിടെ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുമകൻ കുറ്റവിമുക്തനാകുമ്പോൾ മറ്റൊരു മരുമകൻ കുറ്റക്കാരനാവുകയാണ്, അതുകൊണ്ട് അമ്മേ ഒന്നും പറയാതിരുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് സഹിക്കാവുന്നതിലപ്പുറമായിപ്പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ നയന. അപ്പോൾ അച്ഛൻ തിരിഞ്ഞു നിന്നിട്ട് നമ്മുടെ ആദർശനെ അങ്ങനെ കൈകൂപ്പി തൊഴുതിട്ട് പറയുന്നുണ്ട്, മോനെ അറിയാതെ തെറ്റിദ്ധാരണയുടെ പേരിൽ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അമ്മ കരഞ്ഞിട്ട് പറയുന്നുണ്ട്, നവ്യമോളുടെ കാര്യം ആലോചിക്കുമ്പോൾ വേദനയുണ്ടെങ്കിലും ഞങ്ങളുടെ ആദർശമോ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നറിയുമ്പോൾ മോനെ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയ പോലെ ഞങ്ങൾക്ക്. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, അബി ഇത്തരം തെറ്റുകൾ ചെയ്യുന്നൊക്കെ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ചന്തുമോളുടെ അച്ഛൻ അബി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ മൂർത്തി സാറെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ആദർശ് മോൻ ഇവിടെ പ്രതിയല്ലെന്ന് അറിഞ്ഞത് നിസ്സാര കാര്യമൊന്നുമല്ലല്ലോ.
അപ്പോൾ നന്ദുട്ടൻ വന്നിട്ട് നയൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ ചേച്ചീനെ കുറ്റം പറയൂ, ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലൊന്നും ഇത്രയൊന്നും സഹിക്കില്ല. ഇന്നിവിടെ എന്തൊക്കെയാണ് നടന്നത്, അവൻ എത്രയും നല്ല പിള്ളേ ശ്രമിക്കാൻ എത്രയും ശ്രമിച്ചത്, ഇതൊക്കെ അവനറിയോ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എല്ലാം അവനറിയാൻ മോളെ, പക്ഷേ ഇത് ഞങ്ങൾക്ക് അറിയാമെന്ന് മാത്രം അവനറിയില്ല. അപ്പം നന്ദുട്ടൻ പറയണ്ടല്ല, എന്നാൽ എല്ലാം അറിയിച്ചു കൊടുക്കണമെന്ന് പറയണ്ട കേട്ടോ. അപ്പം നയന പറയും, അങ്ങനെ പെട്ടെന്ന് എല്ലാം പറയാൻ പറ്റില്ല മോളെ, നയനേച്ചിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാലോ, അബി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ നയനേച്ചിയുടെ ജീവിതത്തിൽ അബി ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരുത്തൻ എന്തിനാ ചേച്ചിയുടെ ജീവിതത്തിൽ? അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നന്ദുട്ട അങ്ങനെ പറയണ്ട, ഇപ്പം മോളിലെ ചേച്ചിക്ക് ഒരു കുഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ക്ഷമിച്ചിട്ടും മിണ്ടാതിരിക്കുന്നത്, പ്രതികരിക്കാതിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം അച്ഛൻ ആദർശിൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, എന്നാലും മോൻ്റെ കൂടെ ഇരുന്നിട്ട് ആഹാരം കഴിക്കാതെ ഞാൻ എനിക്ക് പോയത് തെറ്റായിപ്പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, പക്ഷേ അമ്മ ഉണ്ടാക്കിയ ആഹാരം ഞങ്ങൾ കഴിക്കാതിരുന്നില്ല അച്ഛാ, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ചത്. അപ്പം നന്ദൂട്ടൻ പറയുന്നുണ്ട്, അത് ചേട്ടനെയും ചേച്ചിയെ പോലെ ഒരു ഏട്ടനെ അടുത്തമ്മയും കിട്ടിയത് അബിയുടെ ഭാഗ്യമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എന്നിട്ടും ആ ജലജ എന്തൊക്കെയാണ് ആദർശ് മോനെ കുറ്റം പറയുന്നത്? അപ്പോൾ ആദർശ് പറയണ്ട കേട്ടോ, അവരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ അമ്മേ, ഞാൻ ഈ കുടുംബം തകരാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. കൊച്ചുമക്കളുടെയൊക്കെ കല്യാണ ശേഷം മുത്തച്ഛൻ വീട് ഭാഗം വയ്ക്കാൻ നോക്കിയതാ, അന്ന വിൽപത്രം കയറി കളഞ്ഞത് ഞാനാ എന്ന് പറയണ്ട കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആ കുടുംബം എന്നും ഒരുപോലെ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എന്നാൽ പലരും മുൻതൂക്കം കൊടുക്കുന്നത് സമ്പത്തിനാണ്. എന്തായാലും മുത്തച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ തറവാട് വെട്ടിമുറുക്കില്ല. അപ്പം നന്ദുട്ടൻ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, എപ്പോഴെങ്കിലും ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് അബീനെ ഞാൻ കസ്റ്റഡിയിലെടുത്താൽ അവൻ പിന്നെ ചോര തുപ്പിക്കൊണ്ടേ പുറത്തു പോകും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് കേട്ടോ, അബി നവി ഇവിടെ വരുമ്പോൾ ആരും നീരസമൊന്നും കാണിക്കരുത്, നമ്മൾ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ അപകടകാരിയാവും. ഇപ്പോൾ ആ കോമയിൽ കിടക്കുന്ന കുട്ടീനെ അവൻ ആ നിമിഷം ഇല്ലാണ്ടാക്കും. അതിനൊക്കെ മനസ്സുള്ള ആളാണ് അബി. മുത്തച്ഛനും മുത്തശ്ശിക്കും ഈ ജീവിതത്തിൽ ഒരബദ്ധേ പറ്റിയിട്ടുള്ളൂ, അപ്പച്ചി ദത്തെടുത്തത്. അതുകൊണ്ടാണ് അവൻ്റെ അമ്മയും കാരണം ഈ വാർദ്ധക്യത്തിലും ഇത്രയും മുത്തച്ഛനും മുത്തശ്ശിയും വിഷമിക്കുന്നത്. എന്നിട്ട് ആദർശ് ചോദിക്കുന്നത്, എൻ്റെ അടുത്ത് അതിന് നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയണ്ടില്ല ആദർശേട്ടാ, ഞാൻ നാളെ എത്തിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അച്ഛൻ ഇങ്ങനെ കൈ വീണ്ടും പിടിക്കണം കേട്ടോ. അപ്പോൾ ചോദിക്കുന്നത്, അച്ഛൻ എന്തിനാ എത്ര വിഷമിക്കുന്നത്? അച്ഛനും അമ്മയ്ക്കും അതിന് നല്ല വിശ്വാസമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ മുഖം തിരിച്ചു തന്നത്, എനിക്ക് നന്നായി മനസ്സിലാവും, ഞാൻ പോയിട്ട് വരാം. ആദർശ് പോണത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. അത് കഴിഞ്ഞിട്ട് അമ്മ കരഞ്ഞിട്ട് നയനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പം നയനെ പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരാളെ ഭർത്താവായിട്ട് കിട്ടിയത് എൻ്റെ ഭാഗ്യക്കേടാണെന്ന് ഞാൻ വിചാരിച്ചത്, കഷ്ടകാലമാണെന്ന് വിചാരിച്ചത്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി എനിക്കിതിലും നല്ലൊരു ബന്ധം കിട്ടില്ല എന്ന്. അത് തന്നെ മോളെ സത്യം അല്ലേ ഗോവിന്ദേട്ടാന്ന് ചോദിക്കേണ്ടത് കേട്ടോ അമ്മ. അപ്പം അച്ഛനൊന്നും മിണ്ടാതെ അങ്ങനെ സങ്കടപ്പെട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ. നന്ദുട്ടനാണെങ്കിൽ വളരെ ദേഷ്യത്തിലിങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം ദേവയാനി ഇങ്ങനെ ഉമ്മർത്തിരുന്ന് പത്രം വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചന്തുമോള് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കേണ്ട, അമ്മ വന്നില്ലല്ലോ മുത്തശ്ശി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണീൻ്റെ അടുത്ത് മടിയിൽ വെച്ചിട്ട് പറയുന്നുണ്ട്, അമ്മ വരും, നമ്മുടെ വീട്ടിലേക്ക് പോയതല്ലേ, അമ്മ വേഗം വരും കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ എന്താ കൊണ്ടുപോകാത്തേ ചോദിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ ആവാം കേട്ടോ, ഇല്ലെങ്കിൽ മുത്തശ്ശി കൊണ്ടുപോകാം. അപ്പോഴേക്കും ആദർശിൻ്റെ കാറ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആരെ വന്നേക്കണേ നോക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് കാറിൽ നിന്ന് ഇറങ്ങണ്ടേ. അപ്പോൾ അതേ അമ്മയും അച്ഛനൊക്കെ വന്നു മുകളിലേന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവയാനി. അപ്പോൾ ഉണ്ണി പറയണ്ട, അയ്യോ അമ്മയില്ല. അപ്പോൾ ആദർശ് കയറി വന്നപ്പോൾ മോളെ എവിടെയാണെന്ന് ചോദിക്കണ്ട കേട്ടോ ദേവയാനി. അപ്പോൾ പറയുന്നുണ്ട്, വന്നില്ല, നാളെ വരാമെന്ന് പറഞ്ഞു എന്ന് പറയും. ഇനിയിപ്പോൾ മോളെയും കൊണ്ട് ധൈര്യമായിട്ട് അവർ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി ഇങ്ങനെ നോക്കുന്നുണ്ട്. അതേ അമ്മേ, ഇന്ന് നന്ദു നടത്തിയ പാർട്ടിക്കിടയിൽ അച്ഛനും അമ്മയും പരിധി കിട്ടു. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയ്ക്കും അത് സഹിക്കില്ല, അപമാനിക്കുന്നത് സഹിക്കില്ല. അതുകൊണ്ട് അത് തന്നെ അവിടെ ഉണ്ടായത്. നയന സഹി കേട്ട് സത്യം പറഞ്ഞു. എന്നിട്ട് ചന്തുമോളോട് ആദർശ് പറയുന്നുണ്ട്, മോള് പോയി കളിച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പം മോളിങ്ങനെ നോക്കിയേക്കും. കളിച്ചോ, അച്ചപ്പ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ചന്തുമോൾ അകത്തേക്ക് പോയിട്ടോ. അപ്പോൾ അമ്മ ചോദിക്കുന്നത്, എന്താണ് മോനെ ഉണ്ടായി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഒരുത്തി അവിടെ വന്നിട്ട് ഭയങ്കര ഷോ കാണിച്ചു. അതിനുശേഷം അച്ഛനും അമ്മയ്ക്കൊരാഗ്രഹം, ഞാനാണല്ലോ വീട് എടുത്ത് കൊടുത്തത്, അപ്പോൾ രണ്ടാൾക്ക് അവിടുന്ന് മാറി താമസിക്കണമെന്ന്. ഒരു ചെറിയ വാടക വീട് എടുത്തിട്ട് അവർ രണ്ടുപേരും മാറുക എന്ന് പറഞ്ഞപ്പോൾ നയനയ്ക്ക് അത് സഹിച്ചില്ല. മനസ്സിലടക്കി പിടിച്ച കാര്യങ്ങളെല്ലാം നയനെ അങ്ങോട്ട് തുറന്നു പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ നേരത്തെ മോളോട് പറഞ്ഞതാ എല്ലാവരോടും തുറന്നു പറയാം. അപ്പോൾ മോളെന്നെയോ പറഞ്ഞേ വേണ്ടാന്ന്. ഒരു കണക്കിന് ഇത് നന്നായി മോനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അമ്മേ, എൻ്റെ മുന്നിൽ നിന്ന് അച്ഛനും അമ്മയും കരയായിരുന്നു. അവരുടെ നെഞ്ഞത്ത് ഒരു ആണി തെറിച്ചതുപോലെ ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ എന്ന് വെച്ചാൽ അബി ഇപ്പോൾ നവ്യനെ നന്നായി സ്നേഹിക്കേണ്ടതായിരുന്നു അവരുടെ വിശ്വാസം. ആഭാസനായി വരുമ്പോൾ ഞാനായിരുന്നല്ലോ രണ്ടുപേരും വിശ്വസിച്ചിരുത്തേ. അതിപ്പോൾ തിരിഞ്ഞു വന്നപ്പോൾ ഒരേ സമയം രണ്ടുപേർക്കും കുറ്റബോധവും വേദനയുണ്ടായി. ശരിയാ പാവങ്ങളെന്ന് പറഞ്ഞിട്ട് കേട്ടോ ദേവയാനി. ശരിയമ്മേ, പക്ഷെ എന്താ ചെയ്യുക, അബി അങ്ങനെ ഒരു മൃഗമായിപ്പോയി. അവൻ എൻ്റെ അനിയനാന്ന് പറയും പോലെ എനിക്കിപ്പോൾ നാണാവുണ്ടെന്ന് പറയും കേട്ടോ. പറഞ്ഞിട്ട് എന്താ കാര്യം, അതിനേക്കാൾ അഹങ്കരിച്ചപ്പോൾ അവൻ്റെ അമ്മ നടക്കുന്നത്. ഏതെല്ലാം രീതിയിലെ മോനെ അവൾ നിന്നെ കൊച്ചാക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കൊച്ചാക്കണമെങ്കിൽ കൊച്ചായിക്കോട്ടെ അമ്മേ, അതൊന്നും പ്രശ്നമില്ല. അറിയേണ്ടവർ ആരും ഈ സത്യം അറിയാത്തവർ അറിയരുത്. ഞാൻ പറഞ്ഞല്ലോ അമ്മേ, അവനൊരു മൃഗമാണെന്ന്.
എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അവൻ പിന്നെ ചന്തുമോളില്ലാണ്ടാക്കും. അനഘയുടെ ഇപ്പോഴത്തെ അവസ്ഥയുടെ പിന്നിൽ അവനാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ ഒരു തന്നെ ഈ കുടുംബത്തിൽ താമസിപ്പിക്കുന്നത് പോലെ അപകടമല്ലേ മോനെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയണ്ട അതെ അമ്മേ, അവന് ഇപ്പോൾ ആരെ എന്ത് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നിട്ട് ആദർശ് പറയണ്ട കേട്ടോ, ഇത്ര സാഹചര്യത്തിൽ നന്ദുവിനെ പോലുള്ള ഒരാൾ ഇവിടെ വേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അന്ന് അനിയുടെ കല്യാണം തടയാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല. മുത്തശ്ശൻ പോലും അനി നന്ദു ഒന്നിക്കണം എന്ന് പറഞ്ഞിട്ടും അതിനോടൊപ്പം നിൽക്കാൻ പറ്റിയില്ല. അത് വലിയ നഷ്ടമായി പോയമ്മേ. അതുമായിട്ട് ആദർശ് അങ്ങനെ അകത്തേക്ക് പോയിട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നയനമോളുടെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, അതുകൊണ്ടു നയനയും അച്ഛനും അമ്മയൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, ഈ വീട് ഇതുപോലൊരു മരണ വീടാവുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളൊന്നും പറയാതിരുന്നത്. അപ്പം നന്ദുട്ടൻ പറയുന്നുണ്ട്, അവനെ പിടിച്ച് അകത്തിട ചേച്ചി വേണ്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, അങ്ങനെ അകത്തിട്ട് കഴിഞ്ഞാൽ ഒരു കുടുംബം തകരും. മാത്രമല്ല ആ വാർത്ത ലോകം മുഴുവൻ അറിയുകയും ചെയ്യും. അത് അനന്തപുരി തറവാടിനാണ് ദോഷം ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ആർക്കും ഒരു നഷ്ടമൊന്നുമില്ലല്ലോ. ആദർശേട്ടനും ഞാനും ചന്തുമോളിലെ അച്ഛനും അമ്മയും ഇനിയിപ്പോൾ അങ്ങനെ തന്നെ തുടർന്ന് പോകാനാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് എല്ലാവരുടെ മനസ്സിൽ നന്ദുമോള് ഇടം നേടി കഴിയുകയും ചെയ്തു. ഇനിയിപ്പോൾ അവൾ വിട്ടുകളയാൻ ഞങ്ങൾക്ക് പറ്റില്ല. അപ്പം അച്ഛൻ ചോദിക്കണ്ട കേട്ടോ, മോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അബിയെ പോലെ ഒരുത്തനോടൊപ്പം നവ്യമോൾക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നായന പറയുന്നുണ്ട്, പോകുന്നിടത്തോളം പോട്ടെ അച്ഛാ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വെച്ചാൽ നോക്കാം. അപ്പം നന്ദുട്ടൻ പറയുന്നുണ്ട്, പക്ഷേ ആദർശേട്ടനെ പ്രതി എന്നുള്ള രീതിയിൽ അവൻ ഒരുപാട് ഷോ നടത്തുന്നുണ്ട്, അത് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അത് ശരിയാ, അവൻ എത്ര നന്നായിട്ട് അഭിനയിക്കുന്നത്. അപ്പം നയന പറയുന്നുണ്ട്, അവൻ്റെ അഭിനയം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക, ഏതുവരെ പോകുമെന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അവൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും സത്യമൊന്നും അറിയില്ല മോളേന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, അതുകൊണ്ടാണ് ചെറിയമ്മയും അനാമികയൊക്കെ ആദർശേട്ടനെ എപ്പോഴും കുത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അബീനെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചു. അത് നവ്യേച്ചിയുടെ നിരന്തരമായ ഇടപെടൽ കൊണ്ടാണ്. അതിനുശേഷം അവനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു മാനേജർ വെച്ചു. അത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, ഒരു കാരണവശാലും ഇത്തരത്തിൽപ്പെട്ട ഒരാളെ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളൊന്നും ഇരുത്തരുതെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയാം, അത് അച്ഛനും മുത്തച്ഛനൊക്കെ അത് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഒരുപാട് അവനെ കയറി വിടൊന്നുമില്ല. ഇനിയിപ്പോൾ ചന്തുമോളെ നന്നായി സ്കൂളിൽ ചേർത്തണം, നന്നായി പഠിപ്പിക്കണം. അനന്തപുരിയിലെ ഒരാളെ തെറ്റ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതിന് പിഴ കൊടുക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പം നന്ദുട്ടാണ് ദേഷ്യം വന്നിട്ട് നന്ദുട്ട് പിന്നെയും പറയുന്നുണ്ട് കേട്ടോ, ഏതെങ്കിലും ഒരു അവസരത്തിൽ അവൻ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ പറഞ്ഞല്ലോ ഇടിച്ചവൻ്റെ എല്ലൊടിക്കും ഞാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ ആദർശ് ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ട് നിൽക്കണതിൻ്റെ ഇടയ്ക്ക് അബി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി വന്നില്ലേ, ഏട്ടൻ മാത്രമേ പോകുന്നുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതൊക്കെ നീ എന്തിനാ അറിയുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഏടത്തിനെ അവിടെ നിർത്തിയിരിക്കുമായിരിക്കും അല്ലേ ഏട്ടനെ വെള്ളപൂശാനായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എടാ അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ലടാ, എന്നെ വെള്ളപൂശാനായിട്ട് ഞാൻ ആരെയും ഏൽപ്പിക്കാറില്ല. അപ്പോൾ അഭി പറയുന്നുണ്ട്, അമ്മയച്ഛനും അമ്മയമ്മയ്ക്ക് ഏട്ടനെ കൈവളയിലെ കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ ആ കൈ കൊണ്ട് ഏട്ടനൊന്ന് കരണത്തൊന്നും തരണമെന്നുണ്ട് അവർക്ക്. അവരുടെ സംസാരത്തിൽ നിന്ന് പെരുമാറ്റത്തിൽ നിന്ന് എനിക്കതാ മനസ്സിലായി എന്ന് പറയുന്നുണ്ട് കേട്ടോ അബി. അപ്പോൾ ആദർശ് ദേഷ്യം വന്നിട്ട് പറയും, എനിക്കുണ്ട് നിൻ്റെ കാരണക്കുറ്റിക്കൊന്നും തരണമെന്ന്. അത് കേട്ടിട്ട് നയനെ ഓടി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ആദർശേട്ട് അബീനെ അടിക്കുന്നത്, അതിന് മാത്രം തെറ്റെന്തെങ്കിലും അബി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് നോക്കുന്നുണ്ട് അബീനെ. എന്നിട്ട് പറയുന്നത്, തെറ്റും ശരിയും ഇളക്കേണ്ട സമയമല്ലത്. അപ്പോൾ അബി പറയുന്നുണ്ട്, ഇപ്പം എൻ്റെ ഏട്ടനെ യാഗം നാണം കെട്ട് നടക്കുന്ന അവയെ, ഇനിയൊരു ഫംഗ്ഷൻ വന്നാൽ അവർക്കും എൻ്റെ വീട്ടുകാർക്ക് മുന്നിൽ നിൽക്കാനേ എൻ്റെ ഏട്ടന് പറ്റില്ല, അതുകൊണ്ട് ഏട്ടത്തിനെ അവിടെ നിർത്തിയിരിക്കുക, നിൻ്റെ അച്ഛനമ്മേനെ ഒന്ന് മയപ്പെടുത്തി എടുക്കാനായിട്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയും, അവിടെ വേറൊരാളുണ്ട് നന്ദു, അവളിപ്പോഴേ SI അവളൊരിക്കലും എന്നെ സംശയിച്ചിട്ടില്ല, പിന്നെ ചന്തുമോളുടെ പേര് പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ട്, അല്ലെങ്കിലും നയനേച്ചി എന്ത് പറഞ്ഞാൽ കേൾക്കുന്ന കൂട്ടത്തിലാണ്, വിശ്വസിക്കുന്ന കൂട്ടത്തിലാണല്ലോ അവള്, ഏട്ടത്തി പറഞ്ഞു കാണും ഏട്ടൻ നിരപരാധിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നവ്യ പറയണ്ട, ആരെന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചെയ്ത് തെറ്റുണ്ടല്ലോ, അതൊരിക്കലും നിങ്ങൾക്ക് മാറ്റി കളയാൻ പറ്റില്ല ആദർശേട്ടാ. അപ്പം ഇതൊക്കെ കേട്ട് ദേഷ്യവും സങ്കടം ഒട്ടക്കി പിടിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ആദർശ്. അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പത്രമാറ്റിൻ്റെ ഭാഗം അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ.